السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم والحمد لله. تقبل الله. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്ലിസിനെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്തെല്ലാം സന്ദേശങ്ങളുമായി ആരെല്ലാം എവിടെ നിന്നെല്ലാം ഈ മജ്ലിസിലേക്ക് ദുആ വസീയത്ത് ചെയ്തു, അവരുടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളും റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും അവർക്ക് എല്ലാവർക്കും അനുഭവിക്കുമാറാകട്ടെ. വിശേഷമായി ഇന്നത്തെ ദിവസം പ്രത്യേക ദുആ വസീയത്ത് ചെയ്തിട്ടുള്ള ഇവിടെ വന്നു ചേർന്ന സഹോദരൻ മുഹമ്മദ് റാഫി സാഹിബ് കണിയാപുരം ഒരുപാട് കാലമായി പ്രസ്ഥാനത്തിന്റെ സഹകാരിയാണ്, ഇതിന്റെ സഹായിയാണ്. അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഹൈറും ഉയർച്ചകളും നൽകട്ടെ, നല്ല പ്രതിഫലം കൊടുക്കട്ടെ, എല്ലാവിധ സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ. സാമ്പത്തികമായി അനുഭവിക്കുന്ന പ്രതിസന്ധിയും ഞെരുക്കങ്ങൾക്കും ഏറ്റവും ഹൈറായ രൂപത്തിൽ എത്രയും വേഗം അതിൽ നിന്നും റഹ്മാനായ റബ്ബ് മോചനം കൊടുക്കട്ടെ. എല്ലാ പ്രതിസന്ധികളും ഞെരുക്കങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. കടബാധ്യതകളിൽ നിന്നും എത്രയും വേഗം മോചനം നൽകട്ടെ. സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് എത്രയും വേഗം മോചനം നേടുവാനുള്ള തൗഫീഖ്, വഴികൾ, അവസരങ്ങൾ ഒക്കെ അല്ലാഹു എത്രയും വേഗം ഹൈറായ നിലയിൽ അടുപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന എല്ലാ മാനസിക പ്രതിസന്ധികളിൽ നിന്നും എത്രയും വേഗം അല്ലാഹു മോചനം കൊടുക്കട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹവും പ്രത്യേക ദുആ വസിയത്തുമായി വന്നു. അദ്ദേഹത്തിനെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മാതാവ് താജുന്നിസ എന്നവര് നാളുകളായി ഒരേപോലെ കോമാ സ്റ്റേജിന് തുല്യമായ അവസ്ഥയിൽ കിടപ്പിലാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മാതാവിനെ ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ എന്താണ് അവർക്ക് ഏറ്റവും ഹൈർ, അതിലേക്ക് അല്ലാഹു അടുപ്പിക്കുമാറാകട്ടെ. ആഫിയത്തോടെ റാഹത്തായി ഒരു ജീവിതം പടച്ചറപ്പിന്റെ ഖദറിലുണ്ടെങ്കിൽ റാഹത്തായി ആരോഗ്യത്തിലേക്ക് അതിവേഗം അവരെ നീ മടക്കി കൊണ്ടുവരണം. പടച്ചവരെ അവരുടെ കുടുംബത്തിന്റെ കുടുംബാദികൾക്ക് അതിലൂടെ സമാധാനവും സന്തോഷവും നൽകണം റഹ്മാനെ. അതല്ല വർഷങ്ങളോളം കാലങ്ങളോളം ഇന്ന് കിടക്കുന്നത് പോലെ തന്നെ കിടന്ന് അവസാനം മൗത്തിലേക്ക് നീങ്ങലാണ് നിന്റെ ഖദറെങ്കിൽ പടച്ചറബേ അങ്ങനെ ഒന്നും എന്റെ നാളുകളോളം കഷ്ടപ്പെടുത്താതെ ഈമാനോടെ റാഹത്തായി ഹൈറായ രൂപത്തിൽ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നിന്നിലേക്ക് മടങ്ങാനും ആ മാതാവിനെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ മറ്റ് പ്രത്യേക നിയ്യത്തുകളുമായി വസിയത്ത് ചെയ്തു വന്നവർ നമ്മുടെ സഹോദരൻ അൽ അമീൻ നെടുമങ്ങാട്, അതേപോലെ മുഹമ്മദ് റാസി, രണ്ടുപേരും നമ്മളെല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്യൂപഞ്ചർ ക്ലിനിക്ക്,
അത് റാഹത്തായി കൂടുതൽ ഹൈറായ നിലയിൽ ജനോപകാരപ്രദമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു തരുമാറാകട്ടെ. ആ പ്രസ്ഥാനം സമൂഹത്തിന്, നാടിന്, ജനങ്ങൾക്ക്, രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമായി അല്ലാഹു അതിനെ പരിവർത്തിപ്പിച്ച് കൂടുതൽ ബറക്കത്തിന്റെ, റാഹത്തിന്റെ, ഷിഫാത്തിന്റെ കേന്ദ്രമായി അല്ലാഹു അതിനെ മാറ്റുമാറാകട്ടെ. അതുപോലെ അല്ലമീൻ പുതുതായി പ്രവേശിച്ചിരിക്കുന്ന ജോലി ഇതിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഉപജീവന വഴിയിൽ നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളും ഞെരുക്കങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും വിഷമങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ മാറി റാഹത്തായ ഹൈറായ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ ഉപകരിക്കുന്ന നിലയിൽ എല്ലാ കാര്യങ്ങളെയും അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. അതുപോലെ രോഗികളും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് അല്ലാഹു ആഫിയത്തും ഖൈറും കൊടുക്കട്ടെ. സഹോദരങ്ങള്, ഭാര്യ, സന്താനങ്ങൾ, കുടുംബാദികൾ അവർക്കെല്ലാം എല്ലാവിധ നിഅമത്തും ബറക്കത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അവനവഞ്ചേരി നാസില ബീവി ഇവിടെ വേണ്ടപ്പെട്ട ബന്ധു കൂടിയാണ്. അവരുടെ മകൻ മരണപ്പെട്ടിട്ട് നാളെ 2 കൂടെ പൂർത്തിയാവുകയാണ്. ആ സഹോദരന്റെ ഖബറിനെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരോടൊപ്പം ആ സഹോദരനെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ആ സഹോദരൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. സംഭവിച്ചു പോയ എന്തെങ്കിലും വീഴ്ചകൾ, കുറവുകൾ, പാപങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഹൈറായ റാഹത്തായ പരലോക ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ മജ്ലിസിൽ പ്രതീക്ഷയോടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഇവിടെ വന്നു ചേർന്ന സ്ത്രീ പുരുഷന്മാർ, കുട്ടികൾ, ആർക്കെല്ലാം വേണ്ടി നിയ്യത്ത് ചെയ്തു വന്നു അതിനെയൊക്കെ റഹ്മാനായ റബ്ബ് സ്വീകരിക്കട്ടെ. അതുപോലെ ഈ സാധുക്കളായ മക്കളെ നാളിതുവരെ സഹായിച്ചവർ, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ, ഈ നിഷ്കളങ്ക മനസ്സുകൾക്ക് റഹ്മാനായ റബ്ബെ നിന്റെ അടുക്കലുള്ള സ്ഥാനത്തിന്റെ തോതിനനുസരിച്ച് ഇവരോട് നീ ചെയ്യുന്ന കരുണയുടെ മുഴുവൻ അസറുകളും ഈ സഹായികളായ മുഴുവൻ ആളുകളുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എത്തിച്ച് ഇവിടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ഉയർച്ചകളും ഈ ലോകത്തിലൂടെ നൽകണം റഹ്മാനെ. അതുപോലെ മറ്റെന്തെല്ലാം നിയ്യത്തുകളുമായി പ്രവസിക്കുന്നത് ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഹൈറും ബറക്കത്തിനും ഇമാദത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزل المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه الموت واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في مجلسنا هذا بركة ورحمة وسلامة تامة يا راحم المساكين. اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا
وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم سلمنا وسلم أهلنا وسلم كل من تعلقوا بنا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين. اللهم وفقنا لما تحب وترضى واجعل آخرتنا خيرا من الأولى. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسائر أعمالنا تامة يا رب العالمين. അർഹമ റഹീമായ അല്ലാഹ്, സ്നേഹനിധിയായ റബ്ബേ, കരുണാവാരിധിയായ റഹ്മാനെ, ഈ സാധുക്കളായ ഭാവികളായ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. പാപമംഗലമായ കരങ്ങളാണ്, ജീവിതങ്ങളാണ് അല്ലാഹ്. പടച്ചവരെ, സാധുക്കളായ നിഷ്കളങ്കരായ മക്കളോടൊപ്പം ഇരുന്നു കൊണ്ടുള്ള ഈ പ്രാർത്ഥനയെ ദുആഇനെ നീ സ്വീകരിക്കുമല്ലോ റബ്ബേ. അല്ലാഹുവേ, ഈ സാധുക്കൾ നിഷ്കളങ്കരാണല്ലോ അല്ലാഹ്. അവരോട് നിനക്ക് പ്രത്യേക കരുണയുണ്ടല്ലോ റബ്ബേ. കുഞ്ഞുമക്കളോടെന്നതുപോലെ നീ കരുണ ചെയ്യുമല്ലോ അല്ലാഹ്. ആ കാരുണ്യത്തിന്റെ നിന്റെ വിധാനത്തിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേവരെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ അപരാധങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. പാപമുക്തമായ പരിപാവനമായ പവിത്രമായ ഒരു ജീവിതം ഇനിയെങ്കിലും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചവനെ, സംഭവിച്ചു പോയ വീഴ്ചകളുടെ പേരിൽ ഞങ്ങളെ മാറ്റി നിർത്തല്ല റബ്ബേ, പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് റാഹത്തായി നിന്നിലേക്ക് വന്നു ചേരുന്ന നിന്റെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളോടൊപ്പം ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളാക്കി മാറ്റാൻ പരിശ്രമിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, അറിവുകൊണ്ട് ഞങ്ങൾക്ക് കടമപ്പെട്ട ഞങ്ങളുടെ അഭിമന്യരായ ഗുരുനാഥന്മാർ, ഉസ്താദുമാര്, സഹപാഠികൾ, വേണ്ടപ്പെട്ടവര്, സഹായം കൊണ്ട് ഇന്നേവരെ ഞങ്ങളുടെ സഹായികളായി കൂടെ നിന്നവർ, വിശിഷ്യ ഈ സ്ഥാപനത്തിന് വിവിധങ്ങളായ രൂപത്തിലൂടെ സഹായിച്ചിട്ടുള്ളവർ, ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ സുന്ദരമായ ഉന്നതമായ സ്വർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സഹായങ്ങൾ നൽകിയവർ, ഇന്നേവരെ ഏതെല്ലാ രൂപത്തിലൂടെ അവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. ഇന്നും ഈ പ്രസ്ഥാനത്തിന്റെ സുന്ദരമായ ഭാവി, ഖൈറായ ഭാവി ആഗ്രഹിച്ചുകൊണ്ട് സഹകരിക്കുന്നവർ അതിലൊരുപാട് പേരുണ്ട് റബ്ബേ. അവരൊക്കെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്. പടച്ചവനെ, അവരുടെ വിഷമതകളെ മാറ്റണേ അല്ലാഹ്, രോഗങ്ങളെ മാറ്റണേ അല്ലാഹ്, ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. ആന്തരികവും ബാഹ്യവും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ തളർച്ചകളും തകർച്ചകളെ തൊട്ട് കാക്കണേ റബ്ബേ. എല്ലാ രൂപത്തിലും മാനസികമായി ശാരീരികമായി തളർന്നു പോകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഉപജീവന വഴികളിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ദുആയിൽ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, നിത്യേനയുള്ള ആവശ്യങ്ങൾക്ക് മുമ്പിൽ പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ, പ്രതിസന്ധികളിൽ ചെന്നുപെട്ട് കൊടുക്കില്ലെന്നതുപോലെ വിഷമിച്ച് കണ്ണീരിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പലരുമുണ്ട് അല്ലാഹ്. ഇന്നത്തെ ദിവസവും വസിയത്ത് ചെയ്ത പലരുമുണ്ട് റബ്ബേ. അവർക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. നിന്റെ അടുക്കൽ നഷ്ടപ്പെടാത്ത, തീർന്നു പോകാത്ത ഖജനാവുണ്ടല്ലോ അല്ലാഹ്. നിന്റെ ഖജനാവിൽ നിന്ന് ബറക്കത്തിന്റെ വഴികൾ നിങ്ങൾക്ക് തുറന്നു തരണം അല്ലാഹ്. പടച്ചവനെ, ഇന്നേ വരെ ഈ പ്രസ്ഥാനത്തിനെ സഹായിച്ചാരെല്ലാം അക്കൂട്ടത്തിലുണ്ടോ കബൂലാക്കണം അല്ലാഹ്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സ്ഥാപനത്തിന്റെയും മുന്നോട്ടുള്ള പ്രവർത്തനം ഇന്നീ നിമിഷം വരെ നിന്റെ അഭൗതികമായ സഹായം ഞങ്ങൾ കണ്ടവരാണ് റബ്ബേ. നിന്റെ അഭൗതികമായ സഹായം ഞങ്ങൾ അനുഭവിച്ചവരാണ് അല്ലാഹ്. പലപ്പോഴും വലിയ പ്രതിസന്ധികൾ നിന്റെ അഭൗതികമായ സഹായം നീ തന്നല്ലോ അല്ലാഹ്. വെറും സാധാരണക്കാരെ കൊണ്ട്, പ്രത്യേകിച്ചെടുത്ത് പറയാവുന്ന ആരുമില്ലാതെ സാധാരണക്കാരെ കൊണ്ട് ഇന്നേ വരെ എത്തിച്ച റബ്ബേ, നിന്റെ അഭൗതിക സഹായം നീ ഞങ്ങൾക്ക് ഇന്നേ വരെ നൽകിയതുപോലെ ലോകാവസാനം വരെ നിന്റെ മാത്രം സഹായം കൊണ്ട് നീ ഞങ്ങളെ നിന്റെ മുമ്പിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ സാധുക്കളായ അടിമകൾക്ക് ഈ നാടിന് സമൂഹത്തിന് ഉപകാരം നൽകുന്ന
കേന്ദ്രമാക്കണം അല്ലാ. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മുഴുവൻ മാനവരാശിക്ക് ഉപകാരപ്പെടുന്ന സേവന പ്രവർത്തനങ്ങളും കൊണ്ട് ഈ ചാരിറ്റി വില്ലേജ് എന്ന ഈ പ്രസ്ഥാനത്തിന് നീ കബൂലാക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ നിന്നെ ഭയപ്പെടുന്ന, നിന്നെ തഖ്വാ ചെയ്ത് ജീവിക്കുന്ന, നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന നിന്റെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളിലൂടെ മാത്രം ഇതിന്റെ പരിപാലനം നീ ഖിയാമത്ത് വരെ എത്തിക്കണം റബ്ബേ. അല്ലാഹുവേ, ഈ സാധുക്കളായ ഞങ്ങളെ മരണം വരെയും ഈ ഖിദ്മത്തിന്റെ മാർഗത്തിൽ നിന്ന് ഒരു നിമിഷം പോലും ബഹറവുമായി പോകാതെ കാക്കണം അല്ലാ. അവസാന ശ്വാസം വരെ, അവസാന നിമിഷം വരെ നീ ഏറ്റവും ശ്രേഷ്ഠത പഠിപ്പിച്ച, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഖിദ്മത്തുൽ ഖൽഖിന്റെ മാർഗത്തിലായി കഴിഞ്ഞുകൂടാൻ നിന്റെ പ്രത്യേകമായ സഹായങ്ങളും കരുണയും കാരുണ്യവും നേടുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ സഹായികൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്ക് നൽകണം അല്ലാ. നിന്റെ ദീനിന്റെ സ്നേഹിതർക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ആത്മാർത്ഥമായി നിന്റെ ദീനിന്റെ നിന്റെ ആഖിറം ആഗ്രഹിച്ചുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളും മറ്റ് ഇതര പ്രവർത്തനങ്ങളിലുള്ളവര് ഒക്കെ നീ കബൂലാക്കണം അല്ലാ. അർഹമായ പ്രതിഫലം ദുനിയാവിൽ ആഖിറത്തിൽ നൽകണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ നാടും രാജ്യവും ഭയാനകമായ ഈ ഉമ്മത്തിനെതിരിലുള്ള വംശീയ വിദ്വേഷ പ്രചരണത്തിലൂടെ കടന്നു പോകുന്നു നാഥാ. ഈ ഉമ്മത്ത് വല്ലാത്ത ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു റബ്ബേ. ഇത്തരണത്തിൽ നിന്റെ അഭൗതികമായ സഹായം നീ ചരിത്രത്തിൽ നൽകിയതുപോലെ നീ ഈമാനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ. ആ സംഘത്തിന് നീ ഇസ്സത്തും ഇഫ്ഫത്തും കരുത്തും നൽകണേ അല്ലാ. പടച്ചവനെ, ഇന്നത്തെ ദിവസത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതിയ അധികാരികൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു റബ്ബേ. അവരെന്ത് തീരുമാനിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതെല്ലാം നിന്റെ കയ്യിലാണ് അവരുടെ മനസ്സുകൾ ഉള്ളത് റഹ്മാനെ. അല്ലാഹുവേ, ആ മനസ്സുകളെ ഈ ഉമ്മത്തിന് നീ അനുകൂലമാക്കണം അല്ലാ. നാടിന് അനുകൂലമാക്കണം അല്ലാ. സമൂഹത്തിന്റെ ഉപകാരികളാക്കണേ അല്ലാ. അധികാരത്തിലൂടെ ദുനിയാവിന്റെ ദുരുപയോഗങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആര് വന്നാലും അവരുടെ മനസ്സുകളെ പശ്ചാത്താപത്തോടെ നീ മാറ്റണം അല്ലാ. പൊതുസമ്പത്തിൽ കൈയിട്ട് വാരാനും പൊതുമുതൽ നശിപ്പിക്കാനും സ്വജനപക്ഷപാതവും സ്വാർത്ഥ താല്പര്യങ്ങളെയും ആധാരമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ നീ യുക്തമായ മാർഗത്തിലൂടെ അവർക്ക് നീ തിരുത്തു കൊടുക്കണം അല്ലാ. പടച്ചവനെ, അവർക്ക് കൃത്യമായ ബോധ്യം മനസ്സിലാക്കൽ കൊടുക്കണേ അല്ലാ. അവർക്ക് നീ തിരിച്ചറിവ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അതല്ലാതെ അക്രമികളായി തന്നെ തുടരാനാണ് അവരുടെ തീരുമാനമെങ്കിൽ അക്രമ പ്രവർത്തനങ്ങളിലൂടെ ഈ ഉമ്മത്തിനെതിരെയുള്ള ഇല്ലാത്ത കഥകളെ പ്രചരിപ്പിച്ചുകൊണ്ട് അക്രമികളായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അല്ലാഹുവേ, ഫിർഔനിനെ, ഹമാനിനെ, ഖാറൂനിനെ പിടിച്ച അല്ലാഹ്, നിന്നിലേക്ക് ഞങ്ങൾ സർവ്വതിനെയും പരമേൽപ്പിക്കുന്നു അല്ലാ. നീയാണ് മലിക്കുൽ മുലൂക്ക്, ഖുലൂബുൽ മുലൂക്ക് ഫീ യദി എന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ച എല്ലാ അധികാരികളുടെയും മനസ്സ് നിന്റെ നിയന്ത്രണത്തിലാണല്ലോ റബ്ബേ. അല്ലാഹുവേ, അവരുടെ മനസ്സുകളെ നിങ്ങൾക്ക് അനുകൂലമാക്കണം അല്ലാ. ഈ ഉമ്മത്തിന്, നാടിന്, സമൂഹത്തിന് അനുകൂലമാക്കണം അല്ലാ. മാനവരാശിയുടെ, മാനവകുലത്തിന്റെ, മതനിരപേക്ഷതയുടെ, മാനവ സൗഹാർദ്ദത്തിന്റെ കാവൽ ഭടന്മാരാക്കണം അല്ലാ. വർഗീയതയുടെ, വംശീയതയുടെ വിഷവിത്തുകൾ വിതച്ചുകൊണ്ട് വർഗീയ ചേരിതിരിവിന് കോപ്പുകൂട്ടുന്ന ആരായാലും അവരെ നീ മാറ്റി നിർത്തണം അല്ലാ. അവരിൽ നിന്ന് നീ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം അല്ലാ. ഈ ഉമ്മത്തിന്റെ പള്ളികളെ, മദ്രസകളെ, ഇൽമിന്റെ കലാലയങ്ങളെ, വഖഫിന്റെ ഭൂമികളെ, ഈ ഉമ്മത്തിന്റെ സർവമാന സ്ഥാപനങ്ങളെ, ഖിദ്മത്തുൽ ഖൽഖിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവമാന സ്ഥാപനങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ആത്മാർത്ഥമായി മുഖ്ലിസീങ്ങളായി പ്രവർത്തിക്കുന്ന മുഴുവൻ ഉലമാക്കൾ, ഉമറാക്കൾ, മദ്രസകൾ, മുതഅല്ലിമീങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദീനിന്റെ സ്നേഹിതരെ സംരക്ഷിക്കണേ അല്ലാ. അവരുടെ ജോലികൾ, ഉദ്യോഗങ്ങൾ, വരുമാനങ്ങൾക്ക് നീ പ്രത്യേക സംരക്ഷണം നൽകണം അല്ലാ. അവരെയും ഞങ്ങളെയും എല്ലാവരെയും നേതാവ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹ് ആ ഹബീബിനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. اللهم ربنا لا تردنا أيدينا خائبين. اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أمراضنا فاشفها وتعلم حاجاتنا فاقضها يا قاضي الحاجات. ربنا آتنا في الدنيا
الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.